Hello guys, welcome back to my YouTube channel our family. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവാണ്. എൻ്റെ ബർത്ത്ഡേ നാളെയാണ്, പക്ഷെ നമ്മൾ ഇന്ന് രാത്രി പോയിട്ടുണ്ട്. ഇന്ന് ഗുരുവായൂർ പോവാൻ കാരണം ഋഷികയുടെ ബർത്ത്ഡേ ആണ്. ഇന്നല്ല കേട്ടോ, നാളെയാണ് ബർത്ത്ഡേ. പിന്നെ അപ്പോൾ 3 ബാഗ് ഉണ്ട്. 3 ബാഗൊക്കെ ഉണ്ട്. ഒരു ബാഗ് ഇത്. ഓക്കെ ഗൈസ്, അവൾ ടൈം കളയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ പോവാണ്, അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പോൾ നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഗുരുവായൂർ പോവാന്ന്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അവിടെ മാങ്ങുണ്ട് റെയിൽവേ സ്റ്റേഷനിലും. അവിടെ നോക്ക്, കാണില്ല, അത് ചെറുതായിട്ട് കാണണ്ട, തൂങ്ങി കിടക്കുന്നതാണ് മാങ്ങ. തൂങ്ങി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, പക്ഷെ അത് ഏറ്റവും നല്ല താഴ്ത്ത. അപ്പോൾ ഗുരുവായൂർ നാളെ ഉള്ള ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഗുരുവായൂർ പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ബർത്ത്ഡേ ആയിട്ട് എത്ര വയസ്സാവും? എനിക്ക് 7 വയസ്സാവും. ഇതാണ് അച്ഛൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. കണ്ടോ ഗൈസ്, കേട്ടോ, ഇതാണ് അച്ഛൻ അവൾക്ക് കമ്മല് എന്ന് വെച്ചൊരു എല്ലായുടെ ഒക്കെ പോലെ, എൻ്റെ വക ഗിഫ്റ്റ്, ഡ്രാഗന്റെ പോലെ ഇല്ലേ, ഡ്രാഗൻ അതേപോലെ. എൻ്റെ വക ഗിഫ്റ്റ് ഒന്നുമില്ല ഗൈസ്, നിങ്ങളൊക്കെ വകല്ലേ ഇത്? കൂട്ടാം. വട്ടം ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ വ്ളോഗൊന്നും എടുക്കണില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, അന്ന് ഗുരുവായൂർക്ക് പോയപ്പോഴേ ഇൻട്രോ പറയാൻ അവിടെയായിരുന്നു നിന്നെ, അത് നമ്മുടെ വീടിന്റെ പുറത്ത്. പക്ഷെ നമ്മൾ ഇന്ന് അവിടെ ആയിരുന്നില്ല ഇൻട്രോ എടുത്ത്, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇൻട്രോ അവിടെ വെച്ച്. നമ്മൾ ഇവിടെ വെച്ചെടുത്ത്, അവിടെ വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പ് എടുത്തതും കൂട്ടി ഇങ്ങനെ വയ്ക്കാം, അങ്ങനത്തെ ഒരു വീഡിയോ വെക്കാം. ഓക്കെ ഓക്കെ. ട്രെയിൻ വരാൻ കുടു സൗണ്ട് കേൾക്കണ്. ഞങ്ങൾ 10 മണിയാകുമ്പോൾ അവിടെ എത്തും. ഇപ്പം എത്ര മണിയായി? 8:45 ആയിണ്ടാവും. ഓക്കെ ഗൈസ്, ഇനി ട്രെയിൻ വന്നിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി അപ്പം തന്നെ അവിടെ കുറേ ചേട്ടന്മാർ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആറാട്ടായിരുന്നല്ലോ, അതിൻ്റെ ആഘോഷമൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, ഫോട്ടോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് ജസ്റ്റ് ലേറ്റൊക്കെ ഒന്ന് കാണാനും പിന്നെന്താ പാനിപൂരി അങ്ങനത്തെ വല്ലതൊക്കെ കഴിക്കാനായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഗരുഡനെ കണ്ടോ, അപ്പോൾ ഈ ഗരുഡനെയൊക്കെ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ പുറത്ത് പാട്ട് വെച്ചോണ്ടായിരുന്നു, പാട്ടുള്ളതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നടക്കുമായിരുന്നു ഫ്രണ്ടിൽ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാർച്ച് 19 ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആറാട്ടായിരുന്നു, ലാസ്റ്റ് ദിവസമായിരുന്നു ഉത്സവത്തിൻ്റെ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ മാല ബൾബൊക്കെ ഇട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെയാണ് പാനിപൂരിയൊക്കെ ഉള്ള സ്ഥലം. മാർച്ച് 19 കഴിഞ്ഞിട്ട് മാർച്ച് 20 ഋഷികയുടെ ബർത്ത്ഡേ. ഞങ്ങളൊരു എത്തിയപ്പോൾ എന്നെ ഒരു 11:45 ആയി. ഹാപ്പി ബർത്ത്ഡേ. എനിക്കിത് താങ്ക് യു പറയാൻ്റെ അടുത്ത്. നമ്മളിപ്പോ എവിടെയാ? ഫ്ലാറ്റില്. ആരുടെ ഫ്ലാറ്റിൽ? അച്ഛൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ്. നമ്മളിപ്പോ ഇറങ്ങാണ്. എങ്ങനെയാണ് ഇവിടെ കാണാൻ ലൈറ്റൊക്കെ ഉണ്ട്, അത് കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലാറ്റിൽ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലാറ്റിൽ ഇത് കറണ്ട് ഇങ്ങനെ കട്ടായൊക്കെ കിടക്കാറുന്നത് എന്നിട്ടാണ് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ ഇവിടെ ലേറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. മഞ്ഞിങ്ങനെ കിടക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഋഷിക പറയാ, ഏവമോൾ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ഫിൻലാൻഡ് കപ്പിൾസിൻ്റെ. ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണ പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഋഷിക പറയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അമ്പലം കേട്ടോ.
നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്പലം കാണാൻ. പിന്നെ ഇപ്പോഴായിരുന്നു കൊടിയേറ്റം ഉണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയ ടൈമിൽ തന്നെ കൊടിയേറ്റം കാണാൻ പറ്റി. അപ്പോൾ ഞാനത് ഫോട്ടോയാട്ടോ എടുത്തേക്കണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലേറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ കൃഷ്ണൻ്റെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടിയേറ്റം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കണം നേരമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിട്ട് കൊടിയേറ്റം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ പേര് ആറാട്ട് മുങ്ങിയിട്ട് നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ മുങ്ങായിരുന്നു എന്ന് വിചാരിച്ചു. കാര്യം അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ പാനിപ്പൂരി അങ്ങനെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വല്ലതും കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. കാര്യം സ്നാക്കായിട്ട് വല്ലതും വീട്ടിൽ നിന്ന് ഫുഡ് ഇഷ്ടമാണ് വന്നത് ഒരു 9 മണി ആ ടൈമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല പാനിപ്പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താ ഗൈസ് ഇവിടെ ഗണപതി ഞങ്ങൾ കൊടിയേറ്റം കണ്ടു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രാവ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചിലപ്പോൾ കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് പോയിട്ട് പാനിപ്പൂരി ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അവിടെ എത്തി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണ്. ഇവിടെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് കേട്ടോ. ബാൽക്കണി ഉണ്ട്. ഒന്നും കാണില്ല, വെറുതെ ഒരു ഫ്ലാറ്റ്. ഓക്കെ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, റൂമിലുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി. ഇപ്പം ഞാൻ കുളിച്ചിട്ടില്ല, നമുക്ക് ഇനി ഇങ്ങോട്ട് പോകണം, ഫുഡ് കഴിക്കാം, ഫുഡ് വാങ്ങാൻ പോകണം. ഋഷിക കുളിച്ചു കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. ഇന്നലെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തേക്കണ്, വീഡിയോ ഒന്നും അധികം എടുത്തില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫുഡ് വാങ്ങാൻ പോവാണ്. അച്ഛൻ കുളിച്ച് കഴിഞ്ഞിട്ട് പോകണം. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കുളിക്കണം. അപ്പോൾ ഋഷിക കുളിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവള് പൊട്ടൊക്കെ തൊട്ടിട്ട് വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഫുഡ് വാങ്ങണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ദോശയായിരിക്കും, മസാല ദോശ. ഋഷിക ഇഡ്ഡലി ആയിരിക്കും. ഋഷിക നീ മസാല ദോശ കഴിക്കണേ? ഓ, അപ്പോൾ ഋഷിക മസാല ദോശ. ഞാൻ റെഡിയാക്കി തരാം, ബാ. ഋഷികേനെ നമ്മൾ റെഡിയാക്കാൻ പോകണം. റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ റെഡിയാക്കുകയാണ്. അപ്പോൾ അവൾക്ക് എങ്ങോട്ട് പോയാലും പിരികൻ എഴുതണം, പൊട്ട് തൊടണം. അപ്പോൾ അവൾ നോക്കുമ്പോൾ എൻ്റെ മോന്തിക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടെഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൾക്കും കണ്ടെഴുതണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ദോശ വാങ്ങിച്ചു. ദോശയും പൂരിയാണ് വാങ്ങിച്ചത്. പിന്നെ ന്യൂഡിൽസ് വാങ്ങിച്ചു, ബ്രൂ അതൊക്കെ വാങ്ങിച്ചു. വേണമെങ്കിൽ നമുക്ക് ചായ ഇടാം. പിന്നെ നമ്മളിപ്പോൾ പൂരിയും ഒരു മസാല ദോശയും വാങ്ങിച്ചു. പൂരിയുടെ ഒരു സെറ്റും മസാല ദോശയും. മയില് വരെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കും. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കും. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ പാനിപ്പൂരി കഴിച്ചു. എനിക്ക് ട്രെയിനിൽ വെച്ച് ഞാൻ വീട്ടിൽ നിന്ന് അവള് വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് അവൾക്ക് വയറുവേദന എടുത്തു ഗൈസ്. നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പം ഇനി റൂമിലേക്ക് പോകണമെങ്കിൽ എന്താ വെച്ചാൽ എലവേറ്റർ കയറണം. ലിഫ്റ്റ് എലവേറ്റർ. ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് ഞാൻ കഴിച്ച് കഴിഞ്ഞില്ല. ദോശയായിരുന്നു. ദോശയും ഋഷിക അങ്ങോട്ട് വാ. മസാല ദോശയും പിന്നെ പൂരി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരിയും എന്തോ കറിയുണ്ട് പൂരിയുടെ സെറ്റിൽ. അപ്പോൾ വട അവർ കഴിക്കുന്നുണ്ട്. ഋഷിക വെള്ളം കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ ട്രിക്കുണ്ട്. ഞാനിങ്ങനെയാണെന്ന് കുടിക്കുക. ആദ്യം ചൂടുവെള്ളത്തേക്ക് അണ്ണാത്തേക്ക് ആക്കും, എന്നിട്ട് കുടിക്കും. അത് ചൂടുണ്ടാവില്ല അത്ര. ഓക്കെ. എന്നിട്ട് പിന്നെ എന്തിട്ടാ
പിന്നെ എനിക്ക് പോയി കുളിച്ച് റെഡി ആവണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി കാപ്പി കുടിക്കണം കേട്ടോ. എന്നിട്ട് അമ്പലത്തിൽ പോകും. അപ്പോൾ ഗൈസ് ഇത്ര നേരം ഫോൺ ക്ലോക്ക് റൂമിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു, ചെരുപ്പൊക്കെ എടുത്തു, ഫോൺ എടുത്തു. ഇനി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കണ നേരത്തൊന്നും ക്ലോക്ക് റൂമിൽ പോയി ഫോൺ എടുത്തില്ല. അപ്പോൾ ഇനി നേരെ നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുള്ളൂ. അപ്പോൾ അവളങ്ങോട്ടൊക്കെ കയറുന്നുണ്ട്. ഗിഫ്റ്റ് ഇതെൻ്റെ വകയാട്ടാ ഗിഫ്റ്റ്. പൈസ ഞാൻ തരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഋഷികയ്ക്ക് ഞാൻ എൻ്റെ വകയായിട്ട് മോതിരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെറുതെയാണ് ഗൈസ്. അടുത്ത വ്ളോഗിൽ വരുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകും അടുത്ത വ്ളോഗിൽ. അപ്പോൾ അതിൽ വരുന്നുണ്ട് ഇത് എന്തിട്ടൊക്കെയാണ് ഗിഫ്റ്റ് പിന്നെ കൊടുത്തതെന്ന്. അത് പിന്നെ ഗിഫ്റ്റ് ഞാനൊരു ഷോർട്സിൽ ഇടുന്നുണ്ട് കേട്ടോ. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണണം. സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. പിന്നെ ഗൈസ് ഋഷികയ്ക്ക് ഞാൻ മോതിരം മാത്രമല്ല മറ്റേതൊക്കെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ക്രാഫ്റ്റാണ്. അത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബീച്ചിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ആ വീഡിയോ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് ഫോട്ടോസാണ് ഞങ്ങൾ പോണതിന് മുന്നേ. ഞാൻ ഗിഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. 21-ാം തീയതി കേട്ടോ കൊടുത്തേ. അപ്പോൾ ടാറ്റ.